നമസ്കാരം. അടുത്ത നമ്മൾ സംസാരിക്കുന്നത് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചാണ്. നമ്മളത് പറഞ്ഞ മാതിരി ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അടുത്ത റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം. അത് വളരെ സത്യസന്ധമായി തന്നെ നമ്മളത് ഡീൽ ചെയ്യണം. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. നിങ്ങളുടെ ഏരിയയിൽ ആദ്യം ശ്രമിക്കുക. ചെറിയ രീതിയിൽ അത് ആരംഭിക്കാൻ നോക്കുക. ആ ഏരിയയിൽ തന്നെ വീടുകളും തീർച്ചയായിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ കടകളും ഉണ്ടാവും. സോ കൂടുതലും കടകളാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകും. കടകൾ നമ്മൾ ഒരു കമേഴ്ഷ്യൽ ബിസിനസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ അതിന് വന്നിട്ട് 4 പേരെ കൊണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ആരുപയോഗിക്കുന്നോ അവർ വരും, കാണും, ആ കാര്യങ്ങൾ ഇമ്മീഡിയറ്റായി നടക്കും, നിങ്ങൾക്ക് പണം കിട്ടും. അതേ ഇത് നമ്മളൊരു വീടിൻ്റെ സെയിലിന് പോവുകയാണെങ്കിൽ വീടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അത് ഭാര്യയാകട്ടെ, കുട്ടികളായിട്ട്, ഭർത്താവിൻ്റെ വീട്ടുകാർ, ഭാര്യയുടെ വീട്ടുകാർ, നാട്ടുകാർ, ഇതെല്ലാം നമുക്ക് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സായി വരും. ലാസ്റ്റ് മൊമെൻറ്റിൽ അളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വാളിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു ചിന്ത കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് കൂടുതൽ വിജയകരമാക്കും. കാരണം കടകൾ കൂടുതൽ വരുന്നുണ്ട്, ബാങ്കുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്, ബ്രാഞ്ചസ്. നിങ്ങൾ ഏത് ഗ്രാമത്തിലാണെങ്കിലും അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ വർധനവുണ്ട്. സോ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. താങ്ക് യു.